തിരുവനന്തപുരംകാരുടെ സദ്യയിലെ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചാൽ പിന്നെ മറക്കില്ല. അടപ്രഥമൻ്റെ കൂടെ ബോളി കഴിച്ചിട്ടുണ്ടോ? ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തിരുവനന്തപുരംകാരുടെ സദ്യ സ്റ്റൈൽ ബോളി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഇത്തവണ ഓണത്തിന് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ റെസിപ്പിയെക്കുറിച്ച് കേട്ടിട്ടുള്ളവരൊന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണേ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു ബോളി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരക്കപ്പ് കടലപ്പരിപ്പിന് 2 കപ്പ് വെള്ളം എന്ന അളവിൽ തന്നെ എടുക്കുക. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. റെസിപ്പിക്ക് നമ്മൾ കടലപ്പരിപ്പ് തന്നെയാണ് എടുക്കേണ്ടത്, മറ്റു പരിപ്പുകളൊന്നും എടുക്കാൻ പാടില്ല. പരിപ്പ് വേകുന്ന സമയം നമുക്കിതിലേക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം, 1/4 കപ്പ് അളവ് മൊത്തത്തിൽ വേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ബോളി എന്ന് പറയുന്നത് 8 ബോളി തയ്യാറാക്കുന്ന അളവാണ് പറയുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നീട് കൂടുതൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് കയ്യിൽ നിന്ന് ഇങ്ങനെ ഒട്ടി വരുന്നൊരു പാവം ആവുന്ന വരെ കുഴച്ചെടുക്കണം. അതിനായിട്ട് അല്പാൽപമായി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂണോളം നെയ്യ് വീണ്ടും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ നിന്ന് ഈ വിട്ട് വരുന്ന പാകത്തിന് മാവെല്ലാം തന്നെ നന്നായി കൂടി ഒരുമിച്ച് വരുന്നതാണ്. അത് എത്രത്തോളം നെയ്യ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ, ടോട്ടൽ 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. ഉണ്ടല്ലോ ഈ രീതിയിൽ. ഇപ്പോൾ കയ്യിൽ ഒന്നും പറ്റിയിട്ടില്ല, പാത്രത്തിൽ എല്ലാ മാവും ഒരുമിച്ച് കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. മാവ് നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്താൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. ഞാനിവിടെ 1/4 കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ മാവ് ഈ നല്ലെണ്ണയിൽ ഒന്ന് മുക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി വരുന്ന നല്ലെണ്ണ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരണം കടലപ്പരിപ്പിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മുതൽ 5 വിസിൽ വരെയും വരുത്തിയതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഞാൻ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണിത്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഡീപ്പായിട്ടുള്ള നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഇളക്കി നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് കൊണ്ടാണ്. അപ്പോൾ അടി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇനി 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പശു നെയ്യാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കടലപ്പരിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച ശേഷം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കടലപ്പരിപ്പ് കുറച്ച് ബോളിൽ കടിക്കുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ കടലപ്പരിപ്പ് ഇങ്ങനെ ജസ്റ്റ് ഉടച്ചു കൊടുത്തിട്ട് മാത്രമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പരിപ്പ് കടിക്കേണ്ട ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ നെയ്ക്കകത്തിട്ടിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് വിട്ട് വരുന്ന പാകത്തിനാണ്. വിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഈ കടലപ്പരിപ്പിനകത്തുള്ള വെള്ളം എല്ലാം വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ ഓൾറെഡി 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മാവിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ അളവിൽ വരെ ചേർക്കാം. 2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാര എല്ലാം തന്നെ നന്നായി മെൽറ്റായി വരണം. നന്നായി പഞ്ചസാരയും എല്ലാം തന്നെ നല്ലതുപോലെ ഈ ഒരു കടലപ്പരിപ്പുമായി കമ്പൈൻ ചെയ്ത് വരണം. ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കടലപ്പരിപ്പ് എല്ലാം തന്നെ വെന്ത് നന്നായി ഉടഞ്ഞ് ഈ ഒരു പഞ്ചസാരയും ഏലക്കാപ്പൊടി എല്ലാം അതിനകത്ത് മിക്സായി ഈ ഒരു വിട്ട് വരുന്ന പാകത്തിനാണ്. അതായത് എല്ലാം കൂടെ കമ്പൈനായിട്ട് നമ്മൾ വച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാത്രം ഒരു ബോളായിട്ട് നമുക്ക് കിട്ടും. ആ രീതിയിൽ നമ്മൾ കൈ വെച്ച് നമുക്ക് കുഴച്ചാൽ നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു രീതിക്ക് നമുക്ക് ആയി കിട്ടുന്ന പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ മാറ്റി വയ്ക്കാം.
ഒരു കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറിയ ശേഷം നന്നായിട്ട് ഇതുപോലെ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇതിൽ ചെറിയ ബോൾസാക്കിയിട്ട് നമുക്കിത് ഫില്ലിംഗ് ആയിട്ട് ചെയ്യേണ്ടതാണ്. മാവിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ട. അപ്പോൾ അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 എണ്ണം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 8 ബോളിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 ഇതുപോലുള്ള ചെറിയ ഈക്വൽ സൈസായിട്ടുള്ള ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവായിട്ട് കിട്ടും. 8 ബോളി കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ മാവിൽ മുക്കി വെച്ച് നല്ലെണ്ണയിൽ മുക്കി വെച്ച മാവുണ്ടല്ലോ, അതൊന്നും നമുക്ക് തുറന്നു നോക്കാനില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലെണ്ണയിൽ മുക്കി വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബോളി നല്ല പൊട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള നല്ലെണ്ണ നമുക്ക് കുറച്ച് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് പിന്നീട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ 8 ബോൾസായിട്ട് മാവ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വളരെ നൈസാക്കിയിട്ടുള്ള ആയിട്ടാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഇങ്ങനെ നൈസാക്കി ഒന്ന് പരത്തിയെടുത്ത് നമ്മൾ തയ്യാറാക്കിയ ഉണ്ട നമ്മൾ കടലമാവിൻ്റെ ആ ബോൾസ് ഉണ്ടല്ലോ അത് ഇതിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അടുത്തവൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. ചെറിയ ബോൾസ് ആക്കിയെടുത്ത് നൈസായിട്ട് ആദ്യം ഒന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെ ആ ഒരു ബോൾസ് ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മളത് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ ഈ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കാം. കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് അപ്പോൾ കറക്റ്റ് 8 എണ്ണം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അളവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 8 ബോളിയാണേ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിത് പരത്തിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം അരിപ്പൊടി ഉപയോഗിക്കുമ്പം കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആണ്, നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പലകയിൽ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറുതായിട്ട് കടലപ്പരിപ്പിൻ്റെ ആ ഒരു കടലപ്പരിപ്പിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഉടച്ചെടുക്കാത്തതുകൊണ്ട്, അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല, മൊത്തത്തിൽ ചപ്പാത്തി പോലെ പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കാണാത്ത പോലെയുള്ള ഒരു ബോളിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിച്ച ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ എനിക്കിങ്ങനെ കടലപ്പരിപ്പ് കുറച്ച് കടിക്കുന്നതാണ് ഇഷ്ടമുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഒരുപാട് അങ്ങനെ നൈസാക്കി എടുക്കണ്ട, എന്നാൽ ഒരുപാട് കട്ടിയിലും ആക്കണ്ട. ചെറിയ ബോളി എപ്പോഴും ഒരു വലിയ പത്തിരൊന്നല്ല, ചെറിയൊരു സൈസായിട്ട് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും. ഈ ഒരു സൈസാണ് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ തീയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായി കളർ മാറിയുമ്പോഴത്തേക്കും 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ചുടുന്ന സമയത്ത് കുറച്ച് അല്പം നല്ലെണ്ണ, നേരത്തെ ബാക്കി വെച്ചിട്ട് നല്ലെണ്ണയോ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി ഞാനിതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിതിൽ കുറേ സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും കേട്ടോ. ഞാനിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ട് പിന്നെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല ഈസിയാണ് കേട്ടോ. വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ നോർമലി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എളുപ്പം തന്നെയാണ്. കണ്ടില്ലേ ബോളി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ. നോർമലി ഇത് പാൽപ്പായസത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഒരു ബോളി നല്ലൊരു കോമ്പിനേഷൻ. ട്രിവാൻഡ്രത്തൊക്കെ പോലെ പാൽപ്പായസം ബോളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷനാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അടപ്രഥമൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്തിട്ടുള്ളത്. അടപ്രഥമൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ അടപ്രഥമൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും അതുപോലെ തന്നെ ഞാൻ കുറേ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കണ്ട പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലുമൊക്കെ വേണ്ടെങ്കിൽ ലിങ്ക് പ്രൊഡക്ട്സ് ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ്. അതുവരെ ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.